രാജീവ് ചന്ദ്രശേഖരന്റെ ആസ്തി മൊത്തം വെളിപ്പെടുത്തിയില്ലെന്ന പരാതിയുമായി നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ 200 കോടിയുടെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയില്ല. സൂക്ഷ്മ പരിശോധനാ സമയത്ത് പരാതി കൊടുക്കുമെന്നും ശബരിനാഥൻ പറഞ്ഞു. INC കേരള എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലൂടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നേമത്തെ NDAയുടെ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ വന്നിട്ടുള്ളത്. ഏകദേശം 200 കോടി രൂപയുടെ അസറ്റ് അദ്ദേഹം അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. 11 മണിക്ക് സ്ക്രൂട്ടനിക്ക് പോകുമ്പോൾ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാനും നമ്മുടെ ടീമും അതിൻ്റെ പരാതി കൊടുക്കാൻ പോവുകയാണ്. RB സനൂപ് വിവരങ്ങളുമായി. സനൂപ്, എന്താണ് UDF ക്യാമ്പിന്റെ ഈ കാര്യത്തിലുള്ള സീരിയസ് അലിഗേഷൻ എന്താണ്? നിഷാദ്, ഈ നേമം മണ്ഡലത്തിൽ നിന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത്. ഈ നോമിനേഷൻ നൽകിയ സമയത്ത് മതിയായിട്ടുള്ള രേഖകളൊന്നും തന്നെ നൽകിയില്ല, കൃത്യമായിട്ടുള്ള ആസ്തി അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം നൽകിയതിൽ 93.88 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് അതിൽ നൽകിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് 28.09 കോടി രൂപയായിരുന്നു. 65 കോടി രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ നോമിനേഷനിൽ പോലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 200 കോടി രൂപയ്ക്ക് മുകളിലുള്ള ആസ്തികളുണ്ട്. അതെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ നോമിനേഷൻ നൽകിയെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്നത്. അതിൽ പരാതി നൽകാൻ വേണ്ടിയാണ് നേമത്തെ UDF സ്ഥാനാർത്ഥിയുള്ള KS ശബരിനാഥന്റെ തീരുമാനം. 11 മണിക്ക് സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല, നേരത്തെയും തനിക്കെതിരെ ഈ ആരോപണമായിട്ട് വന്നിരുന്നു, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ നോമിനേഷനിൽ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ 12:30 രാജീവ് ചന്ദ്രശേഖരനും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിഷാദ്, ശരി. RB സനൂപാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്.